കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ഫോർത്ത് സെം സ്റ്റുഡൻസിനും വേണ്ടിയിതാ ഒരു പുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പരീക്ഷയെക്കുറിച്ചാണ്. എന്താണ് ആ വാർത്തയെന്ന് നമുക്ക് വേഗം നോക്കാം. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിലവിലെ എല്ലാ സൂചനകളും അനുസരിച്ച് നിങ്ങളുടെ ഫോർത്ത് സെം എക്സാം മാറ്റിവെക്കാൻ തന്നെയാണ് സാധ്യത. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതീക്ഷ. അപ്പോ എന്തുകൊണ്ടാണ് പരീക്ഷ മാറ്റുമെന്ന് നമ്മൾ ഇത്ര ഉറപ്പിച്ചു പറയുന്നത്? ആരാണിതിന് പിന്നിൽ? യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് എന്താണ് മറുപടി? നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ശരിക്കും പറഞ്ഞാൽ ഈയൊരു മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം സ്റ്റുഡന്റ് യൂണിയനുകളാണ്. നിങ്ങൾക്ക് പഠിക്കാനും തയ്യാറെടുക്കാനും വേണ്ടത്ര സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതുൾപ്പെടെ പല കാര്യങ്ങളും ഉന്നയിച്ച് അവർ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി സമരരംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവരുടെ ആ ഒരു ഇടപെടലാണ് കാര്യങ്ങളെ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങളെ കുറച്ചുകൂടി സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിലവിൽ സ്റ്റുഡന്റ് യൂണിയൻ സമരത്തിലാണ്. പക്ഷെ അത് മാത്രമല്ല, ഉടൻ തന്നെ SFIയും സമരത്തിലേക്ക് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് യൂണിവേഴ്സിറ്റിക്ക് മേലുള്ള പ്രഷർ ഇരട്ടിയാകും, അതിലൊരു സംശയവും വേണ്ട. അപ്പോ ഈ സമരമൊക്കെ വെറുതെ ആയോ? ഇല്ല, അതിനൊരു ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്റ്റുഡന്റ് യൂണിയനിലെ നേതാക്കൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അധികൃതരുമായിട്ട് നേരിട്ടുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി വരുന്ന തീരുമാനങ്ങളെല്ലാം ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് അപ്ഡേറ്റ്. ആദ്യം സ്റ്റുഡൻസിന്റെ പ്രതിഷേധം, അത് നേരെ ഒരു ചർച്ചയിലേക്കെത്തി. ഇപ്പോൾ യൂണിയൻ പ്രതിനിധികൾ പരീക്ഷാ കൺട്രോളറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈയൊരു ചർച്ചയുടെ റിസൾട്ടായിരിക്കും നിങ്ങളുടെ പരീക്ഷയുടെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ശരി, ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യമേ കാണും, അല്ലേ? അവസാനം എന്ത് സംഭവിക്കും? എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നമുക്കതിലേക്ക് വരാം. ഇതുവരെയുള്ള എല്ലാ വിവരങ്ങളും വെച്ച് നോക്കുമ്പോൾ പരീക്ഷ മാറ്റിവെക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നത്. സ്റ്റുഡന്റ് യൂണിയനുകളുടെ ഈ ശക്തമായ സമരവും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുമെല്ലാം നൽകുന്ന സൂചന അതുതന്നെയാണ്. എന്തായാലും നമുക്ക് ഒഫീഷ്യൽ അനൗൺസ്മെന്റിനു വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. പോകുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി, പരീക്ഷ നടക്കുമോ ഇല്ലയോ എന്നുള്ള ഈ ഒരു ടെൻഷൻ, ഈ ഒരു അനിശ്ചിതത്വം നിങ്ങളെ പേഴ്സണലി എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.